Good morning, dear students. I hope you are studying well. Now is the 5th class about pointers. This is about operations, operators. In the previous year, we studied about arithmetic operators, logical operators, and relational operators. In the case of pointers, here we are going to study about arithmetic operations and a relational operator. As you know, addition, subtraction, multiplication, division, etc. are known as arithmetic operators. Arithmetic operators in the case increment, decrement. ഈ രണ്ട് കേസ് മാത്രമേ ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഉള്ളൂ അല്ലെങ്കിൽ ചെയ്യാനുള്ളൂ. വൈ? പോയിൻ്റ് എന്താ? പോയിൻ്റ് is a memory location which holds the address of another memory location. ഒരു മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്ന വേറൊരു മെമ്മറി ലൊക്കേഷനാണ് പോയിൻ്റർ. പോയിൻ്റർ വെച്ചിട്ട് എങ്ങനെയാണ് അഡീഷൻ ഓർ ഇൻക്രിമെൻറ്റ് നടത്തുക, എങ്ങനെയാണ് ഡിക്രിമെൻറ്റ് നടത്തുക എന്ന് നമുക്ക് കാണാം. അതിനുശേഷം റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ പോയിൻറ്റേഴ്സിൽ. നോക്കാം. അഡീഷൻ. Here we write int star IPTR. It means IPTR is an integer pointer. Then IPTR equal to new int, dynamic memory allocation. New int എന്ന് പറഞ്ഞപ്പോൾ എന്ത് കിട്ടി? ഒരു ഇൻറ്റീജർ വാല്യൂവിനെ സേവ് ചെയ്യാനുള്ള 4 ബൈറ്റ് മെമ്മറി കിട്ടി. ഇതിലെ ഫസ്റ്റ് ബൈറ്റിൻ്റെ അഡ്രസ് ആയിരിക്കും എവിടെയുള്ളത്? IPTRൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. വിച്ച് ഈസ് ദ വാല്യൂ 2001. Now IPTR contains the address of the first byte, that is 2001. Is it clear? Then we write plus plus IPTR. It means IPTR equal to IPTR plus 1. What happens? Normally നമ്മൾ int I equal to 1 plus plus I എന്നെഴുതിയ ഐയുടെ വാല്യൂ എത്രയാണ്? പ്ലസ് പ്ലസ് ഐ എന്നെഴുതുമ്പോൾ ഐയുടെ വാല്യൂ 2 ആവും അല്ലേ? ഇവിടെ 2001 ആണ് IPTRൻ്റെ വാല്യൂ. പ്ലസ് പ്ലസ് IPTR ചെയ്തപ്പോൾ എത്രയായിരിക്കും വാല്യൂ? 2000. പറയൂ. 2000 എത്രയായിരിക്കും? 2 ആയിരിക്കുമോ? 5 ആയിരിക്കുമോ? ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ? ഓക്കെ, നമുക്ക് പറയാം. 2005 ആയിരിക്കും വാല്യൂ. അതായത് ഇൻറ്റീജർ വാല്യൂവിനെയാണ് നമ്മൾ ഇൻറ്റ് IPTR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 4 ബൈറ്റ് കണ്ടെയ്ൻ ചെയ്യേണ്ടത് അല്ലേ, ഇൻറ്റീജറിനെ സേവ് ചെയ്യാൻ. അപ്പോൾ പ്ലസ് പ്ലസ് IPTR എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് സെറ്റ് ഓഫ് വാല്യൂസിനെയാണ് അത് പോയിൻ്റ് ചെയ്യുക. സോ പ്ലസ് പ്ലസ് IPTR മീൻസ് IPTR പോയിൻറ്റ്സ് ടു 2005. ദാറ്റ് ഈസ് ദ അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് സെറ്റ് ഓഫ് മെമ്മറി. വീണ്ടും IPTR ഈക്വൽ ടു IPTR പ്ലസ് 1 എന്നെഴുതുമ്പോൾ എന്താണ്ടാവുക? ഈ 4 ബൈറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് 4 ബൈറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയിൻ്റ് ചെയ്തു, 2009. വീണ്ടും നമ്മൾ പ്ലസ് പ്ലസ് IPTR എഴുതുന്നുണ്ടാവും. ആ 4 ബൈറ്റിൻ്റെ സെറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് സെറ്റിലെ ഫസ്റ്റ് ബൈറ്റ് 2013ലേക്ക് പോയിൻ്റ് ചെയ്തു. ക്ലിയർ ആയല്ലോ?
അപ്പോൾ IPTR ഈക്വൽ ടു IPTR പ്ലസ് 2 എന്നെഴുതണമെങ്കിലോ 8 ബൈറ്റ് കഴിഞ്ഞിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. അതായത് 2013 ആണ് ഇപ്പോൾ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. പ്ലസ് 2 എഴുതണമെങ്കിൽ എന്തുണ്ടാവും, +1 ചെയ്തു, വീണ്ടും എന്ത് ചെയ്യും, +1 കൂടിയും ചെയ്യും. അപ്പോൾ 2021 പോയിൻ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ. ഇനി ഇതൊരു ഫ്ലോട്ടിംഗ് പോയിൻ്റ് മെമ്മറി ലൊക്കേഷൻ ആണല്ലോ, പ്ലസ് ചെയ്യുമ്പോൾ എത്ര ബൈറ്റ് വെച്ച് കൂടും? അപ്പോഴും എത്ര ബൈറ്റാണ് കൂടുക? 4 ബൈറ്റ് വെച്ച് കൂടും. അതേസമയം ഇതൊരു ഷോർട്ട് ടൈപ്പ് ആയിരുന്നെങ്കിലോ, ഷോർട്ടിൻ്റെ സൈസ് 2 ആയതുകൊണ്ട് 2 ബൈറ്റ് വെച്ചായിരിക്കും കൂടുന്നത്. ക്ലിയർ ആണല്ലോ എങ്ങനെയാണ് പോയിൻ്ററിൻ്റെ അഡീഷൻ എന്ന്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, IPTR ഈക്വൽ ടു ന്യൂ ഇൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടെ എത്ര മെമ്മറി ലൊക്കേഷൻ വാങ്ങിച്ചു? ഒറ്റയ്ക്കൊരു ഇൻഡിവിജ്വൽ ലൊക്കേഷൻ്റെ അഡ്രസ്സേ വാങ്ങിച്ചുള്ളൂ. എന്നിട്ട് ++ IPTR എന്ന് എഴുതിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നെക്സ്റ്റ് മെമ്മറി ലൊക്കേഷൻ നമ്മൾ അനധികൃത കയ്യേറ്റം നടത്തി വാങ്ങി. വീണ്ടും IPTR ഈക്വൽ ടു IPTR +1 എഴുതിയപ്പോഴോ നെക്സ്റ്റ് ബൈറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇൻറ്റീജർ സേവ് ചെയ്യാനുള്ള പ്ലേസ് കൂടി നമ്മൾ കയ്യേറി കഴിഞ്ഞു. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോട് പറഞ്ഞത് ഒരു സെറ്റ് മെമ്മറി ലൊക്കേഷൻ വേണമെന്നായിരുന്നു. ആ ഒരു സെറ്റ് മെമ്മറി ലൊക്കേഷനും കൊണ്ട് അടുത്തത് എന്ന് പറഞ്ഞ് നമ്മൾ കീഴടക്കി ഒരു ഏരിയ കൈയടക്കി കൊണ്ട് ഇരിക്കുകയാണ്. ഓക്കെ, ഇനി സബ്ട്രാക്ഷൻ്റെ കേസാണേലോ. ഇൻഡ് സ്റ്റാർ IPTR എന്ന് പറഞ്ഞപ്പോൾ നമുക്കിവിടുത്തെ ലാസ്റ്റ് ബൈറ്റ്, അതായത് ഈ സെറ്റ് ഓഫ് മെമ്മറിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പോയിൻ്റർ എവിടെയായിരിക്കും? 2025 പോയിൻ്റ് ചെയ്തിരിക്കുന്നു. IPTR ഈക്വൽ ടു ന്യൂ ഇൻഡ് എന്ന് പറഞ്ഞപ്പോൾ IPTRൽ 2025 സേവ് ആയി. ദെൻ വി റൈറ്റ് minus IPTR. What happened? Pointer points to 2021. Then again we write IPTR equal to IPTR -1. So here it points to 2017. If we again write IPTR equal to IPTR -1, it will points to 2013. If you write IPTR equal to IPTR -2, then it will points to 2005. Is it clear? Okay. അപ്പോൾ പോയിൻ്റർ അരിത്മെറ്റിക്കിലെ അഡീഷൻ സബ്ട്രാക്ഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റൈറ്റ് പ്രോഗ്രാം, റൈറ്റ് എ C++ program to find the average height of students. പ്രോഗ്രാം എഴുതുന്നത് എങ്ങനെയാണെന്ന് മറന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം പ്രോഗ്രാം. #include IO stream using namespace std into main bracket. ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. എന്താണെന്ന് സംശയമുള്ളവർ പ്രീവിയസ് വീഡിയോസ് എടുത്ത് കാണുക. സിസ്റ്റർ ഓരോ സ്റ്റെപ്പും അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അതെടുത്ത് കേൾക്കുക. ഇനി ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇൻഡ് സ്റ്റാർ HPTR. ഇൻഡ് സ്റ്റാർ HPTR കഴിഞ്ഞ് കോമ മാത്രം മതി, സെമിക്കോളൻ വേണ്ട. സിസ്റ്റർ ഇവിടെ ടൈപ്പ് ചെയ്തപ്പോൾ ഒന്നും മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഇൻഡ് സ്റ്റാർ HPTR എന്നെഴുതുമ്പോൾ എന്തുണ്ടാവണേ? HPTR എന്ന പേരിൽ ഒരു പോയിൻ്റർ മെമ്മറി ലൊക്കേഷൻ കിട്ടി. ആ പോയിൻ്റർ മെമ്മറി ലൊക്കേഷൻ ഒരു ഇൻറ്റീജർ വേരിയബിളിലേക്ക് പോയിൻ്റ് ചെയ്യുന്നു. ദെൻ ഇൻറ്റീജർ വേരിയബിൾ ഏതൊക്കെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്? ഇൻറ്റ് n, s = 0, i. നമുക്ക് എന്തൊക്കെ ഉണ്ട് ഇവിടെ? HPTR ഉണ്ട്, അതൊരു പോയിൻ്റർ മെമ്മറി ലൊക്കേഷനാണ്, അഡ്രസ്സ് സേവ് ചെയ്യാനുള്ളത്. ദെൻ n ഉണ്ട്, s ഉണ്ട്, i ഉണ്ട്. ക്ലിയർ ആണല്ലോ? n ഉണ്ട്, s ഉണ്ട്,
ഐ ഉണ്ട്. ഇനി ഫ്ലോട്ട് ആവറേജ് ഹൈറ്റ്, ഒരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് മെമ്മറി ലൊക്കേഷനൂടെയും കിട്ടി, ആവറേജ് ഹൈറ്റ്. ഇനി എന്തുണ്ടാവുക, HPTR ഈക്വൽ ടു ന്യൂ ഇൻറ്റ്. അപ്പോൾ എവിടെയോ ഒരു മെമ്മറി ലൊക്കേഷൻ 4 ബൈറ്റ് അലോക്കേറ്റ് ചെയ്തു, അതിൻ്റെ അഡ്രസ്സ് എവിടെ സേവ് ചെയ്തു, HPTRൽ സേവ് ചെയ്തു. ദെൻ സി ഔട്ട്, എൻ്റർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, എത്ര സ്റ്റുഡൻസിൻ്റെ ആണ് ഹൈറ്റ് കാണേണ്ടത് എന്ന് വെച്ചാൽ അത് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഡിസ്പ്ലേയിൽ എന്ത് കാണും, എൻ്റർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. സി ഇൻ എൻ, 5 സ്റ്റുഡൻസിൻ്റെ ആണെങ്കിൽ 5 എന്ന വാല്യൂ സേവായി. ഫോർ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ പ്ലസ് പ്ലസ് ഐ. ഐയുടെ വാല്യൂ നമ്മൾ 0 എന്ന് ഇനിഷ്യലൈസ് ചെയ്തു. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ആണോ, കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ? ഐ 5നേക്കാളും ചെറുതാണെങ്കിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞങ്ങനെ, സി ഔട്ട്, എൻ്റർ ദ ഹൈറ്റ് ഓഫ് സ്റ്റുഡൻറ്റ് ഐ പ്ലസ് 1. ഐയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ എന്തായിരിക്കും ഡിസ്പ്ലേ, എൻ്റർ ദ ഹൈറ്റ് ഓഫ് 0 പ്ലസ് 1. അപ്പോൾ എൻ്റർ ദ ഹൈറ്റ് ഓഫ് സ്റ്റുഡൻറ്റ് 1, ഹൈറ്റ് എൻ്റർ ചെയ്യും. എങ്ങനെ അത് നമ്മൾ ആ ഇൻഡിവിജ്വൽ ലൊക്കേഷനിലേക്ക് സേവ് ചെയ്യും? നമ്മുടെ കയ്യിലുള്ളത് പോയിൻ്ററാണ്, വാല്യൂ അറ്റ് ഓപ്പറേറ്റർ, സി ഇൻ വാല്യൂ അറ്റ് HPTR പ്ലസ് ഐ. ഹിയർ ഐയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ വാല്യൂ അറ്റ് HPTR, വാല്യൂ അറ്റ് 1000. അപ്പോൾ ആദ്യത്തെ മെമ്മറി ലൊക്കേഷനിൽ നമ്മൾ ആദ്യത്തെ ഹൈറ്റ് എന്ത് ചെയ്തു, സേവ് ചെയ്തു. ക്ലിയർ ആണല്ലോ. സി ഇൻ വാല്യൂ അറ്റ് HPTR പ്ലസ് ഐ, ഇവിടെ ഐ 0 ആയതുകൊണ്ട് സി ഇൻ വാല്യൂ അറ്റ് HPTR. അപ്പോൾ ഫസ്റ്റ് 4 ബൈറ്റ്സിലേക്ക് നമ്മുടെ ഹൈറ്റ് സേവ് ചെയ്തു. ദെൻ എസ് ഈക്വൽ ടു എസ് പ്ലസ്, എസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ ഇവിടെ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എസ് ഈക്വൽ ടു എസ് പ്ലസ് എന്ത് ചെയ്തു, ഇപ്പോൾ സേവ് ചെയ്ത ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റ് കൂടി ആഡ് ചെയ്ത് വെച്ചു. അപ്പോൾ എത്രയായി, എസിൻ്റെ വാല്യൂ ഇപ്പോൾ ആഡ് ചെയ്ത ഹൈറ്റ് എത്രയാണോ ആ വാല്യൂ കൂടി ആഡ് ചെയ്ത് വന്നു. ദെൻ എന്ത് ചെയ്യും, പ്ലസ് പ്ലസ് ഐ ചെയ്യും, ഐയുടെ വാല്യൂ 0 എന്നുള്ളത് മാറിയിട്ട് 1 ആവും. വീണ്ടും സി ഔട്ട്, എൻ്റർ ദ ഹൈറ്റ് ഓഫ് സ്റ്റുഡൻറ്റ് 2 എന്ന് പറയും, സി ഇൻ വാല്യൂ അറ്റ് HPTR പ്ലസ് ഐ. ഇവിടെ എന്ത് സംഭവിക്കും, HPTR 1000 ആണെങ്കിൽ 1000 പ്ലസ് ഐ എന്ന് പറഞ്ഞാൽ 1000 പ്ലസ് 1. അപ്പോൾ എത്രയിലേക്ക് പോയിൻ്റ് ചെയ്യുക, പോയിൻ്റർ അഡീഷൻ അനുസരിച്ച് 4 ബൈറ്റ് കൂടും. 1000, 1001, 1002, 1003 അത്രയും കഴിഞ്ഞ് 1004 എന്ന ലൊക്കേഷനിലേക്ക് പോയിൻ്റ് ചെയ്യും. ദെൻ സി ഇൻ വാല്യൂ അറ്റ് HPTR പ്ലസ് ഐ എന്ന് പറയുമ്പോൾ ഏത് ലൊക്കേഷനിലാണ് സേവ് ചെയ്യുക, 1004 മുതലുള്ള 4 ബൈറ്റ്സിൽ സേവ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. എസ് ഈക്വൽ ടു എസ് പ്ലസ് വാല്യൂ അറ്റ് HPTR പ്ലസ് ഐ, ആദ്യം കിട്ടിയ വാല്യൂവിൻ്റെ കൂടെ ഇപ്പോൾ എൻ്റർ ചെയ്ത ഹൈറ്റ് കൂടി കൂട്ടി. ഇത് എത്ര പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യും, 5 കുട്ടികളുടെ ഹൈറ്റും എൻ്റർ ചെയ്യുന്നത് വരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ലാസ്റ്റ് എസ് എന്ന മെമ്മറി ലൊക്കേഷനിൽ നമുക്ക് എന്ത് കിട്ടി, ഹൈറ്റുകളുടെ സം കിട്ടിയിട്ടുണ്ടാവും. ആവറേജ് ഹൈറ്റ് ഈക്വൽ ടു ഫ്ലോട്ട് ഓഫ് എസ് ബൈ എൻ. എസ്സിൽ ആവറേജ് ടോട്ടൽ ഹൈറ്റ് ഉണ്ടാവും, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇവിടെ 5 ആണ്, അപ്പോൾ ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ആവറേജ് ഹൈറ്റ് നമുക്ക് കിട്ടും. സി ഔട്ട് ആവറേജ് ഹൈറ്റ് ഈസ് AVGHT. അപ്പോൾ ആവറേജ് ഹൈറ്റ് ഈസ് എന്ന് പറഞ്ഞ് ആവറേജ് ഹൈറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നു. റിട്ടേൺ 0. പ്രോഗ്രാം ക്ലിയർ ആയല്ലോ അല്ലേ, എഴുതിയെടുത്ത് കാണുമെന്ന് വിചാരിക്കുന്നു. പ്ലീസ് റൈറ്റ് എ ക്വസ്റ്റ്യൻ. റൈറ്റ് എ C++ പ്രോഗ്രാം to find the average salary of employees.
the average salary of employees. ഹോംവർക്ക് സെൻഡ് ചെയ്ത് തരിക കേട്ടോ. നെക്സ്റ്റ് റിലേഷണൽ ഓപ്പറേഷൻസ്. എന്തായിരുന്നു റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് പഠിച്ചോ? ഓർമ്മയുണ്ടോ? ഇതിൽ പോയിൻ്ററിൻ്റെ കാര്യത്തിൽ ആകെ 2 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ദേ ആർ ഈക്വൽ ടു ആൻഡ് നോട്ട് ഈക്വൽ ടു. As you know, equal to is used to check if the values are equal. In the case of pointers contain the address of the memory location. If we write if P equal to Q, then the operating system checks the address in location P is equal to the address saved in Q. 2 മെമ്മറി ലൊക്കേഷനിലും ഒരേ അഡ്രസ്സാണോ സേവ് ചെയ്തത് എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ P നോട്ട് ഈക്വൽ ടു Q ആണല്ലോ, Pയിലും Qവിലും ഡിഫറെൻ്റ് അഡ്രസ്സാണോ സേവ് ചെയ്തത് എന്ന് ചെക്ക് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഇഫ് P ആൻഡ് Q ആർ 2 പോയിൻ്റർ വേരിയബിൾസ്, P ഈക്വൽസ് Q എന്നതുകൊണ്ട് Pയിലും Qവിലും ഒരേ അഡ്രസ്സ് തന്നെ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. P നോട്ട് ഈക്വൽസ് Q എന്നതുകൊണ്ട് Pയും Qവും ഡിഫറെൻ്റ് അഡ്രസ്സ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അരിത്തമെറ്റിക് ഓപ്പറേഷൻസും റിലേഷണൽ ഓപ്പറേറ്റേഴ്സും ക്ലിയറായി എന്ന് കരുതുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.